നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം. So in a pin jointed 4-bar mechanism as shown in figure, AB equal to 300 mm, BC is equal to CD is equal to 360 mm and AD is equal to 600 mm. The triangle BAD equal to 60 degree. The crank AB rotates at 100 rpm. Locate all the instantaneous centers and find the angular velocity of the link BC. ഓക്കെ, സോ നമുക്ക് ഒരു 4-bar മെക്കാനിസമാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ അളവുകളും തന്നിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ കറക്റ്റ് അളവെടുത്ത് തന്നെ വരയ്ക്കുക. ഓക്കെ, എല്ലാം MM-ലാണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾ അളവെടുത്ത് തന്നെ കറക്റ്റ് വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ സ്കെയിൽ ചെയ്ത് വരയ്ക്കണം. കാര്യം അളവൊക്കെ തന്നിരിക്കുന്നത് ഇത് 600 mm ആണ്, ഇത് 300 mm ആണ്, ഇത് 360 mm ആണ്, ഇത് 360 mm ആണ്. ഓക്കെ, സോ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനെ സ്കെയിൽ ചെയ്ത് വരയ്ക്കുക. സ്കെയിൽ ചെയ്ത് വരയ്ക്കാൻ ശ്രമിക്കുക. സോ വരയ്ക്കുമ്പം നിങ്ങൾ ഈ 300 mm വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ 3 mm എടുത്ത് വരച്ചാലും മതി. സോ അതിനനുസരിച്ച് ബാക്കിയുള്ള ഡിവിഷൻസ് സ്കെയിൽ ചെയ്ത് വരയ്ക്കണം. ഫോർ എക്സാമ്പിൾ 300 mm വരയ്ക്കാൻ വേണ്ടി 3 mm അല്ല 30 mm എടുത്ത് വരയ്ക്കുക. 300 mm ഇസിക്കൽ ടു വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ 30 mm എടുത്ത് വരയ്ക്കുക. അപ്പോൾ 360 mm വരയ്ക്കാൻ വേണ്ടി 36 mm എടുത്ത് വരയ്ക്കുക. ഇതും 360 mm ആണ്, അപ്പോൾ അതും 36 mm എടുത്ത് വരയ്ക്കുക. ഇത് 600 mm ആണ്, അത് ഒന്നെങ്കിൽ 60 mm എടുത്ത് വരയ്ക്കുക. ഓക്കെ, സോ നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ സ്കെയിൽ ചെയ്ത് വരയ്ക്കുക. എല്ലാ സൈഡും ഒരുപോലെ സ്കെയിൽ ചെയ്യണം. പല സൈഡും പല രീതിയിൽ സ്കെയിൽ ചെയ്ത് വരയ്ക്കരുത്. സോ തന്നിരിക്കുന്ന ഡയമെൻഷൻ എടുത്ത് നിങ്ങൾ ആദ്യം ഈ 4-bar മെക്കാനിസം വരയ്ക്കുക. ഓക്കെ, സോ ഞാൻ ആദ്യം ഒന്ന് വരച്ചിട്ടുണ്ട്. സോ ഞാനിത് ഓട്ടോക്യാഡിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് 600-ഉം 300-ഉം ഒക്കെ ഡയറക്റ്റ് എനിക്ക് എടുത്ത് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. സോ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ സ്കെയിൽ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, സ്കെയിൽ ചെയ്ത് വരച്ചിട്ട് നിങ്ങൾ ആ സ്കെയിൽ മുകളിൽ എഴുതുക. സ്കെയിൽ യൂസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾ എത്ര സ്കെയിലാണോ എടുത്തത് ആ സ്കെയിൽ നിങ്ങൾ മുകളിൽ മാർക്ക് ചെയ്യുക. സോ ഗ്രാഫിക്സിൽ സ്കെയിൽ എഴുതാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ആ രീതിയിൽ സ്കെയിൽ എത്രയുണ്ടെന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഈ 300 mm നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ 300-ന് പകരം നിങ്ങൾ 30 mm എടുത്ത് വരച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ 360-ക്ക് പകരം 36 mm എടുത്ത് വരയ്ക്കുക. 360-ക്ക് പകരം 36 mm എടുത്ത് വരയ്ക്കുക. 600-ന് പകരം 60 mm എടുത്ത് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സ്കെയിൽ എത്രയാണെന്നുള്ളത് മുകളിൽ എഴുതി വെക്കുക. ഓക്കെ, പിന്നെ ഈ ആംഗിളും 60 ഡിഗ്രി വരുന്ന രീതിയിൽ തന്നെ വരയ്ക്കുക. സോ ഞാൻ ഈ പ്രോബ്ലം പറയുമ്പോൾ നിങ്ങൾ പെൻസിലും സ്കെയിലും എല്ലാം ഉപയോഗിച്ച് നിങ്ങളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ ഫിഗർ വരച്ച് നോക്കിക്കോണം. ഓക്കെ, സോ കണ്ടിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങളിത് ചെയ്താലേ ഈ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് ഡൗട്ടും വരത്തുള്ളൂ. സോ ജസ്റ്റ് നോക്കിയിരിക്കരുത്. ഞാൻ ഈ പ്രോബ്ലം പറയുമ്പോൾ നിങ്ങൾ ഒരു നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ പ്രോബ്ലം വരച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആദ്യം ഈ തന്നിരിക്കുന്ന ഡയമെൻഷൻ എടുത്ത് ഫിഗർ വരയ്ക്കുക. അതിനുശേഷം നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട് സ്പീഡ് അല്ലേ. ഈ NAB എന്ന് പറയുന്നത് 100 rpm ആണ്. NAB കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, റൊട്ടേഷൻസ് പെർ മിനിറ്റ്. AB എന്നുള്ള ക്രാങ്കിൻ്റെ റൊട്ടേഷൻ, ഇത് AB ആണ് ക്രാങ്ക്. ക്രാങ്കിനുള്ള റൊട്ടേഷനാണ് 100 rpm എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ NAB = 100 rpm, സ്പീഡ് ഓഫ് ക്രാങ്ക് AB റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡാണ് 100 rpm. സോ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ആംഗുലർ വെലോസിറ്റി നമുക്ക് കിട്ടും. സോ ആംഗുലർ വെലോസിറ്റി ഓഫ് AB = 2πn/60. ആ ഫോർമുല ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാം. സോ 2π ഇൻറ്റു n-ൻ്റെ വാല്യൂ 100/60. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 10.47 റേഡിയൻസ് പെർ സെക്കൻഡ്. സോ ω/AB നമുക്ക് കിട്ടി. എന്ന് വെച്ചാൽ ഈ ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി, AB എന്നുള്ള ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സിൻസ് ദ ലെങ്ത് ഓഫ് ദ ക്രാങ്ക് AB = 300 mm = 0.3, therefore the velocity of the point B on the link AB. നമ്മളിനിപ്പോൾ അടുത്ത കാണാൻ പോകുന്നത് AB-യുടെ ലെങ്ത്ത് നമുക്കറിയാം അല്ലേ. AB-യുടെ ലെങ്ത്ത് അറിയാം, AB-യുടെ ആംഗുലർ വെലോസിറ്റി അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ AB എന്നുള്ള ലിങ്കിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗുലർ വെലോസിറ്റിയും ഈ ലിങ്കിൻ്റെ ലെങ്ത്തും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആ റിലേഷൻ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൻ്റെ ആ ഒരു ഡെറിവേഷനിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഉദാഹരണത്തിന് ഇത് നോക്കിക്കേ, ഇത് VA/AI = VB/BI = VC/CI = ω എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. സോ ഇത് ഈ ഫസ്റ്റ് എക്സ്പ്രഷൻ മാത്രം എടുക്കുക. VA/AI = ω ആണെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ കണ്ടായിരുന്നു VA/
എ ഐ ഈക്വൽ ടു ഒമേഗ എന്നറിയാം അല്ലേ. അപ്പോൾ വി എ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒമേഗ ഇൻറ്റു എ ഐ ചെയ്യണം അല്ലേ. ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലർ വെലോസിറ്റി ഇൻറ്റു എ ഐ എന്ന് വെച്ചാൽ ആ ലിങ്ക് തൊട്ട് അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. സോ ഈ പ്രോബ്ലം അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്കിവിടെ തന്നിട്ടുണ്ട് എ ബി എന്നുള്ള ലിങ്കിൻ്റെ ലെങ്ത് അറിയാം അല്ലേ. എ ബി എന്നുള്ള ലിങ്കിൻ്റെ ലെങ്ത് അറിയാം. അതുപോലെ തന്നെ ഈ ലിങ്കിൻ്റെ ഒമേഗ എ ബി അറിയാം. ഈ ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി അറിയാം. ശരിയല്ലേ. അപ്പം നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമ്മൾ ആദ്യം ആ ഫിഗർ വരയ്ക്കുന്നു. ഫിഗർ വരച്ചിട്ട് നമുക്കറിയാവുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് എല്ലാം കൂടെ മാർക്ക് ചെയ്യുന്നു. ഇത് എ ബി സി ഡി 4 ലിങ്ക്സുകൾ നമ്മൾ വരച്ചു. ഈ തന്നിരിക്കുന്ന അളവെടുത്ത് തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഇത് 300, ഇത് 360, ഇതും 360. എന്നിട്ട് നമുക്കറിയാം ഇത് ഫസ്റ്റ് ലിങ്ക്, ഇത് ഫോർത്ത് ലിങ്ക്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഇത് I14 ആയിരിക്കും. ഇത് ഫോർത്ത് ലിങ്ക്, ഇത് തേർഡ് ലിങ്ക്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ I13 ആണ്. ഇത് തേർഡ് ലിങ്ക്, ഇത് സെക്കൻഡ് ലിങ്ക്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ I23 ആണ്. ഇത് ഫസ്റ്റ് ലിങ്ക്, ഇത് സെക്കൻഡ് ലിങ്ക്. അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ I12 ആണ്. സോ നമുക്കറിയാവുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എല്ലാം ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നു. പിന്നെ നമുക്കറിയാം, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ ബിയുടെ ആംഗുലർ വെലോസിറ്റി നമുക്കറിയാം. ശരിയല്ലേ. എ ബി എന്നുള്ള ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി നമുക്കറിയാം. മാത്രമല്ല ഈ ലിങ്കിൻ്റെ ലെങ്ത്ത് 300 mm ആണെന്നും നമുക്കറിയാം അല്ലേ. സോ എ ബിയുടെ വെലോസിറ്റി ഓഫ് ദ ലിങ്ക് എ ബി എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി ഓഫ് ദ ലിങ്ക് എ ബി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും ചെയ്താൽ മതി. വി ബി അല്ലേ, വെലോസിറ്റി അറ്റ് ദ പോയിൻറ്റ് ബി. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ബി എന്നുള്ള പോയിൻറ്റ്, എ എന്നുള്ള പോയിൻറ്റ് ഫിക്സാണ്. ഈ ബി എന്നുള്ള പോയിൻറ്റിലെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ബി എന്നുള്ള പോയിൻറ്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഒമേഗ ഇൻറ്റു എ ബി. ഈ ഒമേഗ അറിയാം. എ ബി എന്നുള്ള ലിങ്കിൻ്റെ ഒമേഗയാണ്. ഒമേഗ എ ബി ആണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10.47. സോ 10.47 ഇൻറ്റു എ ബിയുടെ ലെങ്ത്ത്. എ ബിയുടെ ലെങ്ത്ത് എത്രയാണ്? 0.3 മീറ്റർ. അതാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത്. വി ബി ഈസിക്കൽ ടു ഒമേഗ എ ബി ഇൻറ്റു എ ബി. ഒമേഗ എ ബിയുടെ ലെങ്ത്ത് നമുക്കറിയാം 10.47 ഇൻറ്റു 0.3. So that will be equal to 3.141 meter per second. So this is the velocity at the point B. ഈ ബി എന്നുള്ള പോയിൻറ്റിലെ വെലോസിറ്റിയാണ് അല്ലേ. അത് കിട്ടാൻ നമ്മൾ എന്തുവാ ചെയ്തു? ഇതിൻ്റെ ഈ എ ബി എന്നുള്ള ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ഈ ലിങ്കിൻ്റെ ലെങ്ത്ത്. അതാണ് നമ്മൾ ചെയ്തത്. ഈ പോയിൻ്റ് ബിയിലെ വെലോസിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ അല്ലേ. ഈ എ ബിയുടെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഏതാ? ഈ ഫസ്റ്റ് ലിങ്കിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഈ ഒരു പോയിൻ്റാണ് അല്ലേ. നമ്മുടെ ഈ ഫിഗർ നോക്കിയാൽ ഈ ബിയുടെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററാണ് I14, ഈ ഒരു പോയിൻ്റ് അല്ലേ. സോ നമുക്ക് ഇത് ബിയുടെ വെലോസിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ് ബി ഫ്രം ദ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഈ പോയിൻറ്റ് ബി തൊട്ട് ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് 300 ആണ്. സോ 300 mm ആണ്. അപ്പോൾ നമുക്ക് മീറ്ററിലാക്കുമ്പോൾ നമുക്ക് 0.3 വരത്തുള്ളൂ. സോ 0.3 ഇൻറ്റു 10.47 അതാണ് നമുക്കവിടെ കിട്ടിയിരിക്കുന്നത്. 0.3 ഇൻറ്റു 10.47 ദാറ്റ് ഈസ് 3.141 മീറ്റർ പെർ സെക്കൻഡ്. സോ നമുക്കിപ്പോൾ കിട്ടി ഈ ബി എന്നുള്ള പോയിൻറ്റിൻ്റെ വെലോസിറ്റി നമുക്ക് കിട്ടി. നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്? ലൊക്കേറ്റ് ഓൾ ദ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. എല്ലാ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും കണ്ടുപിടിക്കണം. ആൻഡ് ഫൈൻഡ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ലിങ്ക് ബി സി. ഈ ബി സി എന്നുള്ള ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇവർ പറയുന്ന പോലെ നമ്മളെല്ലാ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മളൊരു കാര്യം ചെയ്യുന്നു. നമ്മൾ ആ ലിങ്ക്സിന് എല്ലാം നമ്മൾ നമ്പർ കൊടുക്കുന്നു. ഇത് 1 2 3 4 എന്നുള്ള നമ്പറിങ് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കറിയാവുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓൾറെഡി നമ്മളിതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഏതാ? നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ ടേബിൾ മെത്തേഡിൽ നമ്മളിത് ചെയ്യുന്നു. ടേബിൾ മെത്തേഡിൽ നമ്മളെല്ലാം 4 ലിങ്ക്സ് എഴുതുന്നു. സോ ഫസ്റ്റ് ലിങ്കിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് വരുന്ന ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ലിങ്ക് 1, ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 4 എല്ലാം എഴുതുന്നു. എന്നിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ നമ്മൾ എഴുതുന്നു. 1 ഉം 2 ഉം അതാണ് ലിങ്ക് 1 ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ 1 2. അടുത്ത 1 3 അതാണ് 1 3. അടുത്ത 1 4 വരും, അതാണ് 1 4. സെക്കൻഡ് ലിങ്കും തേർഡ് ലിങ്കും 2 3 വരുന്നുണ്ട്. സെക്കൻഡ് ലിങ്ക് ഫോർത്ത് ലിങ്കും 2 4 വരുന്നുണ്ട്. തേർഡ് ലിങ്ക് ഫോർത്ത് ലിങ്കും 3 4 വരുന്നുണ്ട്. അപ്പം ഇത്രയും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സാണ് നമുക്ക് ഈ ഒരു മെക്കാനിസത്തിൽ വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇനി കിട്ടാനുള്ളത്, നമുക്കിനി മാർക്ക് ചെയ്യാനുള്ളത് 1 3 ഉണ്ട്, 2 4 ഉണ്ട് അല്ലേ.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ നമ്മൾ 1 3യും 2 4ഉം നമ്മൾ കണ്ടുപിടിക്കണം. സോ 1 3യും 2 4ഉം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിളിനകത്ത് നമ്മുടെ ലിങ്ക്സിൻ്റെ നമ്പറിങ് കൊടുക്കുന്നു. 1 2 3 4 എന്നുള്ളതാണ് നമ്മുടെ ലിങ്ക്സ്. സോ നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിളിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ സർക്കിളിൽ നമ്മുടെ 4 ലിങ്ക്സുകളുടെ പേരുകൾ നമ്മൾ സർക്കിളിൽ 4 ഇതിൽ സൈഡിൽ കൊടുക്കുന്നു. എന്നിട്ട് 1ഉം 2ഉം നമുക്ക് കിട്ടിയിരിക്കുന്ന 1 2 2 3 3 4 1 4 ഇതൊക്കെ നമുക്കറിയാവുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററാണ് അല്ലേ? കണ്ടോ, 1 4 1 2 2 3 3 4 ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സാണ്. സോ കിട്ടിയിരിക്കുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഈ 1 2 3 4 എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു സ്ക്വയർ പോലെ വരയ്ക്കുന്നു. പിന്നെ നമുക്ക് കണ്ടെത്തേണ്ട ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് കണ്ടെത്താനുള്ള ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് I13യും I24ഉമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ 1ഉം 3യും ചേർത്ത് വരയ്ക്കണം. അതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി നമ്മൾ 4 പോയിൻറ്റ്സ് നമ്മൾ സർക്കിളിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 4 പോയിൻറ്റ്സിൽ I13 ആണ് ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത്. സോ 1ഉം 3യും നമ്മൾ ചേർത്ത് വരച്ചു. 1ഉം 3യും ചേർത്ത് വരച്ചപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ 1 2 3യും കിട്ടി, ട്രയാങ്കിൾ 3 4 1ഉം കിട്ടി. സോ അതാണ് ട്രയാങ്കിൾ 1 2 3യും ട്രയാങ്കിൾ 3 4 1ഉം. സോ ഈ ട്രയാങ്കിൾ 1 2 3 നോക്കിയാൽ അതിൽ 2 ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? I12ഉം I23യും. സോ അതാണ് I12ഉം I23യും. ഇനി അടുത്ത ട്രയാങ്കിൾ 3 4 1 നോക്കിക്കേ. ട്രയാങ്കിൾ 3 4 1 എന്ന് വെച്ചാൽ ഇതാണ് ട്രയാങ്കിൾ 3 4 1 നോക്കുവാണെങ്കിൽ ഇത് 3 4 1. സോ ഈ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ നോക്കിയാൽ അതിൽ വരുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്? I34ഉം I41ഉം അല്ലേ? സോ I34ഉം I41ഉം. സോ ഇനിയിപ്പോൾ നമ്മൾ I13 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? I12ഉം I23യും എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. I34ഉം I14ഉം എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. സോ നമ്മുടെ ഫിഗറിനകത്ത് ആദ്യം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കേണ്ടത് ഏതാ? I12ഉം I23യുമാണ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കേണ്ടത്. സോ നമ്മുടെ I12ഉം I23യും ഇതാണ്. സോ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. പിന്നെ രണ്ടാമത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കേണ്ട ലൈൻ ഏതാ? I34ഉം I14ഉം. ഏതാ I34ഉം I14ഉം? ഇതാണ് I34, ഇതാണ് I14. സോ ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. സോ ഇവിടുന്ന് വരയ്ക്കുന്ന ലൈനും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് I13. ഓക്കെ. സോ ഞാൻ ആദ്യം തിയറി പറയാം, പിന്നെ നമുക്ക് വരച്ച് നോക്കാം. അങ്ങനെ I13 കിട്ടുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ്? I24 ആണ് നമുക്ക് കിട്ടേണ്ടത്. I24 കിട്ടാൻ വേണ്ടി 2ഉം 4ഉം നമ്മൾ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് 2ഉം 4ഉം ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടുന്നു. ഒരു ട്രയാങ്കിൾ 4 1 2ഉം കിട്ടുന്നു, ഒരു ട്രയാങ്കിൾ 2 3 4ഉം കിട്ടുന്നു. സോ ട്രയാങ്കിൾ 4 1 2 കൺസിഡർ ചെയ്യുവാണെങ്കിൽ 4 1 2വിനകത്ത് വരുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഏതാണെന്ന് നോക്കുന്നു. 4 1 2. സോ ഇത് നോക്കിയാൽ I14 വരുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ I12ഉം വരുന്നുണ്ട്. സോ ഈ 2 ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സാണ് ഇവിടെ വരുന്നത്. സിമിലർലി ട്രയാങ്കിൾ 2 3 4 നോക്കുവാണെങ്കിൽ അവിടെ വരുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് എന്ന് വെച്ചാൽ I23യും വരുന്നുണ്ട്, I34ഉം വരുന്നുണ്ട്. സോ I23യും വരുന്നുണ്ട്, I34ഉം വരുന്നുണ്ട്. സോ നമ്മൾ ഇനി നമുക്കപ്പം ഈ 2 ട്രയാങ്കിൾസ് ചേരുമ്പോഴാണെന്ന് നമുക്ക് 2 4 കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ I14ഉം I12ഉം എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. നമ്മുടെ I14 ഏതാണെന്ന് നോക്കുന്നു. ഇതാണ് I14, ഇതാണ് I12. സോ ഈ 2 പോയിൻറ്റ്സുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കുന്നു. പിന്നെ അടുത്ത പോയിൻറ്റുകൾ നോക്കുന്നു. I23യും I34ഉം. I23 ഏതാണ്? ഇതാണ് I23, ഇതാണ് I34. ഇത് രണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. സോ ഇവിടുന്ന് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു, ഇവിടുന്ന് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. സോ അത് രണ്ടും ഒരു പോയിൻറ്റിൽ വന്ന് കൂട്ടിമുട്ടുന്നു. അതാണ് I24. അങ്ങനെ നമുക്ക് എല്ലാ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സും നമുക്ക് കിട്ടുന്നു. സോ നമുക്കൊന്ന് നോക്കാം. ഓൾറെഡി ഞാനൊന്ന് വരച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ കിട്ടുന്നു. സോ I12ഉം I14 എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരച്ചു, I23യും I34 എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരച്ചു. സോ ദിസ് ഈസ് I24. സിമിലർലി I12ഉം I23യും എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരച്ചു, I14ഉം I34ഉം എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരച്ചു. സോ ദിസ് ഈസ് I13. സോ ഈ രീതിയിലാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ഓൾറെഡി ഈ പ്രൊസീജിയർ എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാനത് ഒത്തിരി ഡീറ്റെയിൽസിലോട്ട് പോകാത്തത്. കഴിഞ്ഞ ക്ലാസ് മനസ്സിലായവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കാനുള്ളത്, നമുക്ക് ആ ലിങ്ക് BCയുടെ
വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കിനിയിപ്പം വേണ്ടത് ആംഗുലർ വെലോസിറ്റി ഓഫ് ലിങ്ക് ബി സി, അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ലിങ്ക് ബി സി എന്ന് പറയുന്നത് ഈ ഒരു ബി സി ആണ്. ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സോ നമുക്ക് ഈ ബി സി എന്നുള്ള ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമുക്ക് സി എന്നുള്ള പോയിൻറ്റിൻ്റെ വെലോസിറ്റി അറിയത്തില്ല, പക്ഷേ നമുക്ക് ഈ ബി എന്നുള്ള പോയിൻറ്റിൻ്റെ വെലോസിറ്റി അറിയാം. സോ ഈ വി ബിയുടെ വാല്യൂ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, തുടക്കത്തിലെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. സോ ഇനി ആ വി ബിയുടെ വാല്യൂ നമുക്കറിയാം 3.141, അതാണ് വി ബിയുടെ വാല്യൂ. സോ വി ബിയുടെ വാല്യൂ അറിയാവുന്നതുകൊണ്ട് നമ്മളിനി ഈ വി ബിയുടെ വെലോസിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബി സി എന്നുള്ള ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി നമ്മൾ കണ്ടെത്തുന്നത്. സോ അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ലെറ്റ് ഒമേഗ ബി സി ബി ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ലിങ്ക് ബി സി. ഈ ബി സി എന്നുള്ള ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ ബി സി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പം നമുക്ക് എഴുതാൻ പറ്റും, സിൻസ് ബി ഈസ് എ പോയിൻ്റ് ഓൺ ദ ലിങ്ക് ബി സി. ആ ബി സി എന്നുള്ള ലിങ്കിലെ ഒരു എൻ പോയിൻ്റ് ആണല്ലോ ബി സി. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ദെയർഫോർ ദ വെലോസിറ്റി ഓഫ് ദ പോയിൻ്റ് ബി, ബിയുടെ വെലോസിറ്റി അല്ലേ, ബിയുടെ വെലോസിറ്റി ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒമേഗ ബി സി ഇൻറ്റു I13B അല്ലേ. എന്താ ഈ ഒമേഗ ബി 3? ഈ ഒരു ലിങ്കിലെ ഒരു പോയിൻ്റാണ് ബി അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ഈ വെലോസിറ്റി അറ്റ് ദ പോയിൻ്റ് ബി. ഇപ്പം നമ്മൾ ഈ ഒരു ലിങ്കിലെ ഒരു പോയിൻ്റായിട്ട് നമ്മൾ ബി കൺസിഡർ ചെയ്യുവാണെങ്കിൽ വെലോസിറ്റി അറ്റ് ദ പോയിൻ്റ് ബി വിൽ ബി ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഓഫ് ദിസ് ലിങ്ക് ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ അല്ലേ. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ബി എന്നുള്ള പോയിൻ്റ് ഈ ബി സി എന്നുള്ള ലിങ്കിൽ ഒരു പോയിൻ്റ് ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് വി ബി വിൽ ബി ഈക്വൽ ടു ഒമേഗ ബി സി ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ശരിയല്ലേ? അതാണ് ഇവിടെ ചെയ്യുന്നത്. വി ബി വിൽ ബി ഈക്വൽ ടു ഒമേഗ ബി സി ഇൻറ്റു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ I13B അല്ലേ, ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ തൊട്ടുള്ള ബി വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് I13B എന്ന് നമ്മൾ എഴുതുന്നത്. സോ നമുക്കിങ്ങനെയാണ് എഴുതുന്നത്. ഈ വി ബിയെ നമുക്കിങ്ങനെ ഒന്നുകൂടെ പറയാം, വി ബിയുടെ വാല്യൂ നമുക്കറിയാം. സോ നമ്മൾ വി ബിയെ നമ്മൾ ഈ ഒരു ലിങ്കിൻ്റെ ടേമിൽ നമ്മൾ എഴുതാൻ പോവുക. വി ബി വിൽ ബി ഈക്വൽ ടു ഈ ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി ഇൻറ്റു അതിൻ്റെ ബി തൊട്ട് അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഈ ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി നമ്മൾ ഒമേഗ ബി സി ആയിട്ട് എടുക്കുന്നു. സോ വി ബി ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗ ബി സി ഇൻറ്റു അതിൻ്റെ ഈ ബി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ്. മനസ്സിലായോ? സോ അപ്പോൾ ആ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഏതാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ഫിഗറിലോട്ട് നമ്മൾ നോക്കുക. നമ്മുടെ ഫിഗറിലോട്ട് നോക്കിയാൽ നമുക്കറിയാം, ഇപ്പം നമ്മൾ ഈ ബിയിലെ വെലോസിറ്റിയാണ് നമുക്കറിയാവുന്നത് അല്ലേ. ബിയിലെ വെലോസിറ്റി നമുക്കറിയാം. നമുക്ക് ഈ ഒമേഗ ബി സി ഈ ഒരു ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി വി ബി ഈക്വൽ ടു ഒമേഗ ബി സി ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ ഇതുവരെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒമേഗ ബി സി വി ബി സിക്കൽ ഒമേഗ ബി സി ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ I13B എങ്ങനെ വന്നെന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം. I13B നമ്മൾ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏത് ലിങ്കാണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്നത് തേർഡ് ലിങ്കാണ് അല്ലേ. തേർഡ് ലിങ്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കൺസിഡർ ചെയ്യുമ്പം നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ലിങ്കിനെ ബേസ് ചെയ്തുള്ള ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ വേണം കണ്ടുപിടിക്കാൻ. ഉദാഹരണത്തിന് നമ്മൾ ബി സി എന്നുള്ള ലിങ്കാണ് അതിൻ്റെ അനാലിസിസാണ് നമ്മൾ ചെയ്യുന്നത്. സോ ബി സി എന്നുള്ളത് തേർഡ് ലിങ്കാണ്. നമ്മുടെ ഫിക്സഡ് ലിങ്ക് ഏതാ? ഈ ലിങ്ക് 1 ആണ് നമ്മുടെ ഫിക്സഡ് ലിങ്ക്. സോ ലിങ്ക് 1നെ ബേസ് ചെയ്ത് ലിങ്ക് 3ക്കുള്ള ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ അതേതാ? I13 ആണ്. കണ്ടോ, ഈ I13 ആണ് ഫിക്സഡ് ലിങ്കായ 1നെ ബേസ് ചെയ്തുള്ള ലിങ്ക് 3യുടെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. സോ ഈ I13 അതുകൊണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഏത് ലിങ്ക് എടുത്താലും, നമ്മൾ ഏത് ലിങ്കിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആ ലിങ്ക് കറസ്പോണ്ടിങ് ടു ദ ഫിക്സഡ് ലിങ്കാണ് എപ്പോഴും എടുക്കുന്നത്.
സോ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പോയിൻ്റ് ബിയുടെ വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ വി ബിയുടെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ബി സി എന്നുള്ള ലിങ്കിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ആ പോയിൻ്റ് ബി തൊട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ എടുക്കേണ്ടത്. സോ എന്തുകൊണ്ട് ഈ I13 എടുക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലിങ്ക് 3 ആയതുകൊണ്ട്, നമ്മുടെ ഫിക്സഡ് ലിങ്ക് 1 ആയതുകൊണ്ടും നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ I13 ആണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ ആയോ? സോ ആ രീതിയിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫിക്സഡ് ലിങ്ക് 1 ആണ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലിങ്ക് 3 ആണ്. സോ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ നമ്മൾ എടുക്കേണ്ടത് ഈ ഫിക്സഡ് ലിങ്കിനെ ബേസ് ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലിങ്കിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററാണ്, അത് I13 ആണ്. ഓക്കെ. സോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ I13 നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലോട്ട് വരാം. അപ്പോൾ നമുക്ക് വി ബി ഇസിക്കൽ ടു ഒമേഗ ബി സി ഇൻറ്റു I13 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് ഏട്ടാ ഒമേഗ ബി സി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒമേഗ ബി സി ഇസിക്കൽ ടു വി ബി ബൈ I13 എന്ന് നമുക്ക് കിട്ടും. ഈ വി ബിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഈ I13B എന്നുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് നമ്മൾ ഈ ഫിഗറിൽ നിന്ന് ഡയറക്റ്റ് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് I13 ആണ്, ഇത് B ആണ്. സോ I13 തൊട്ട് B വരെയുള്ള ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് നോക്കുക. സോ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. സോ ഇത് I13, ഇത് B വരെയുള്ള ഡിസ്റ്റൻസ്. സോ ആ ഡിസ്റ്റൻസ് ഏകദേശം നോക്കുമ്പോൾ നമുക്ക് 504.18 ആണ് കിട്ടുന്നത്. ഓക്കെ. സോ ആ ഡിസ്റ്റൻസ് എടുത്താണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അവിടെ ഇപ്പോൾ നമ്മൾ ഈ വാല്യൂ വി ബിയുടെ വാല്യൂ നമുക്കറിയാം. വി ബിയുടെ വാല്യൂ 3.141 ഓൾറെഡി കിട്ടിയതാണ്. സോ I13B നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന 500 mm ആണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. പക്ഷേ നമ്മൾ വരച്ചതാണ് കുറച്ചുകൂടെ കറക്റ്റ്. കാര്യം നമ്മൾ ഓട്ടോക്യാഡിൽ വരച്ചതാണ്. സോ തൽക്കാലം ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂ വെച്ച് പറയുകയാണ്. 500 mm എന്നാണ് നമുക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. സോ 500 mm ആണെങ്കിൽ 500 mm എന്ന് എഴുതുന്നു. അതിനെ മീറ്ററിലാക്കുന്നു, 0.5 മീറ്ററിലാക്കുന്നു. എന്നിട്ട് നമ്മൾ ഒമേഗ ബി സി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒമേഗ ബി സി ഇസിക്കൽ ടു വി ബി ബൈ I13B. അപ്പോൾ 3.141 ഡിവൈഡഡ് ബൈ 0.5. സോ 6.282 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടുന്നു. സോ ഇതാണ് നമ്മുടെ ലിങ്ക് ബി സിയുടെ ആംഗുലർ വെലോസിറ്റി. ഈ രീതിയിൽ വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ. സോ നിങ്ങൾ ഇത് വരച്ച് കറക്റ്റ് ഇതുപോലെ തന്നെ നിങ്ങൾ അളവെടുത്ത് വരച്ചാൽ മാത്രമേ ഈ 13 ഒക്കെ കറക്റ്റ് 13Bയുടെ ഒക്കെ വാല്യൂ കറക്റ്റ് 500 ഒക്കെ വരത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനേക്കാളും കൂടുതൽ ആക്യുറേറ്റ് ആണ്. അതുകൊണ്ടാണ് കറക്റ്റ് വാല്യൂ 504 ആണ് ശരിക്കും. പക്ഷേ നമ്മൾ മാനുവലി വരയ്ക്കുമ്പോൾ 500 ഒക്കെ ചിലപ്പോൾ കിട്ടത്തുള്ളൂ. സോ നമ്മളിത് കറക്റ്റ് സ്കെയിൽ എടുത്ത് വരച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡയമെൻഷൻ I13Bയുടെ ഡയമെൻഷൻ 500 ഒക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കുന്നതിൻ്റെ ആക്യുറസി അനുസരിച്ചിരിക്കും നമ്മുടെ ആൻസറിൻ്റെ ആക്യുറസിയും. ഓക്കെ. സോ ഈ രീതിയിൽ വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. നിങ്ങൾ ഈ പ്രോബ്ലം വരച്ച് നോക്കുക. വരച്ച് നോക്കിയിട്ട് നമ്മുടെ ഇൻട്രാക്റ്റീവ് ക്ലാസ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ പറയുക. ഇൻട്രാക്റ്റീവ് ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രോബ്ലം ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ വരച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകൾ ആ ഇൻട്രാക്റ്റീവ് ക്ലാസ്സിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ. താങ്ക് യു.